പ്രസാദം നീട്ടിയപ്പോൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. ഓ, തൊട്ടുകൊടുക്കാനായിരിക്കും. ഇതൊക്കെ സിനിമയിൽ മാത്രമല്ലല്ലേ. ചെറിയ ചമ്മലുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ നിൽക്കാതെ ഞാൻ പ്രസാദം തൊട്ടുകൊടുത്തു. ചന്ദ്രന്റെ പ്രഭ ആ മുഖത്ത് ഞാൻ തെളിഞ്ഞു കണ്ടു. കാവിനടുത്തെ കുളത്തിന്റെ പടവുകളിൽ ഞങ്ങളിരുന്നു. നിവേദ്യ. ആ ശബ്ദം എൻ്റെ ഹൃദയത്തിലേക്ക് കയറാൻ വണ്ണം അത്ര ആർദ്രമായിരുന്നു. മെല്ലെ ഒന്ന് മൂടാൻ മാത്രമേ എനിക്കായുള്ളൂ. എനിക്ക് തന്നോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം. എത്ര ദിവസമായി ശ്രമിക്കുന്നു എന്നറിയോ. ഇനി ഇവിടെ നമ്മളെ ആരും ശല്യം ചെയ്യില്ലല്ലോ. ആളെൻ്റെ കൈയെടുത്ത് തൻ്റെതിനോട് ചേർത്ത് വെച്ചു. ഈ കൈ തനിക്കൊരു വീക്ക്നെസ് ആണല്ലേ നിവേദ്യ. ഐ ലവ് യു, ആൾ പെട്ടെന്ന് പറഞ്ഞു. ഞാനാകെ ഷോക്കടിച്ചതുപോലെയായി. വൃത്തിയെ നോക്കിയപ്പോൾ എന്തോ ഭയങ്കര ജോലി ചെയ്തതുപോലെ ശ്വാസം വലിച്ചു വിടുന്നു. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു. ഹേയ്, എന്തു പറ്റി? നിനക്ക് ഇഷ്ടമല്ല എന്നെ? അതല്ല, പൃഥ്വിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് കരുതി കല്യാണത്തലേന്ന് നാട് വിടാൻ വരെ ആലോചിച്ചതാ ഞാൻ. അങ്ങനെ പോയിരുന്നെങ്കിൽ എന്തായേനെ എന്ന് ആലോചിച്ചതാ. അവളുടെ മുഖത്ത് ദേഷ്യവും ചിരിയും ഒരുപോലെ വിരിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു തുടങ്ങി. നിന്നെ വീണ്ടും കണ്ടപ്പോൾ മുതൽ അന്ന് പറഞ്ഞതിനൊക്കെ ഒരു സോറി എങ്കിലും പറയണം എന്ന് തോന്നിയിരുന്നു. പക്ഷെ അതിന് എൻ്റെ ഈഗോ അനുവദിച്ചില്ല. ദേഷ്യമായിട്ടാണ് അത് പുറത്തേക്ക് വന്നത്. ആഹാ, കുറ്റബോധം ദേഷ്യമായിട്ടാണോ പുറത്തേക്ക് വരുന്നത്? പറയാൻ പറ്റില്ല. ചിക്കൻ ബിരിയാണിയും പഴങ്കഞ്ഞിയും ഉണ്ടാകുന്നത് അരിയിൽ നിന്ന് തന്നെയാണല്ലോ. ആ, എന്നിട്ട് അന്ന് നിന്നെ ഹരിയുടെ ഫാമിലിയുടെ കൂടെ ലുലുവിൽ വെച്ച് കണ്ടില്ലേ? അവിടെ പഴയ നിവേദ്യയെ വീണ്ടും കണ്ടു ഞാൻ. നിന്നെ ഞാൻ അറിയാത്ത എന്തൊക്കെ ഉണ്ടെന്ന് തോന്നി. എക്സ് ഹസ്ബൻഡിൻ്റെ മകനെ എനിക്ക് കാണിച്ചു തരുമ്പോൾ നിന്റെ ഉള്ളിൽ നീ ഒരുപാട് വേദന ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ നിന്നെക്കുറിച്ച് പ്രാർത്ഥിയോട് അന്വേഷിച്ചത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൃഥ്വി, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒരുമിച്ച് ചെയ്യുകയും ചെയ്യാത്ത രണ്ട് പേർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാകാനാണ്? ആളെന്നെ ഒന്ന് നോക്കി. കയ്യിലെ പിടുത്തത്തിൻ്റെ ബലം കൂടി. ഞാൻ കൂടെയുണ്ട് എന്ന് പറയാതെ പറഞ്ഞു. വേതാളം പോലെ കൂടെ തുടരുന്ന ശാപം. വേവുന്ന നെഞ്ചിനുള്ളിൽ താപം ഓരോരോ കാലക്കളിൽ തട്ടിപ്പൊഴു തൂക്കി കുന്നോളം കൂട്ടിവെക്കൂ മോഹം. ഫോൺ റിങ് ചെയ്തതാണ്. ആളെന്നെ കൂർപ്പിച്ചു നോക്കുന്നു. അത് പിന്നെ ഇന്നലത്തെ റിംഗ് ടോൺ പൃഥ്വിക്ക് ഇഷ്ടമായില്ലല്ലോ, അതാ ഞാൻ. നിനക്ക് ഇമ്മാതിരി പാട്ടൊക്കെ എവിടുന്ന് കിട്ടുന്നു? എൻ്റെ നിവി. എൻ്റെ നിവിയോ? ഷോ, എനിക്ക് വയ്യ. അത് പിന്നെ ഗൂഗിൾ. ആളെന്നെ നോക്കി തലയിൽ കൈവച്ചു. സത്യമായും ഗൂഗിളിൽ ഉണ്ട് ചേട്ടാ. വേണേൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഫോൺ എടുക്ക്. വീട്ടിൽ നിന്നെങ്ങാനുമാകും. ഹേ, ഇത് മരിയാണ്. അടുത്ത മാസം അവളുടെ കല്യാണമല്ലേ. ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം ചോദിക്കാനാ. ഞാൻ പറഞ്ഞു. അബദ്ധം മനസ്സിലായത് പൃഥ്വിയുടെ മുഖത്തെ കള്ളനോട്ടത്തിലാണ്. ഫസ്റ്റ് നൈറ്റിൻ്റെ എന്ത് കാര്യം കണ്ണ? എന്നെ അടിക്കാനുള്ള വെടി ഞാൻ തന്നെ കൊടുത്തല്ലോ. അത് പിന്നെ ആൾ എൻ്റെ ലജ്ജ ആസ്വദിക്കുന്നത് പോലെ തോന്നി. കണ്ണ, ഞാനിപ്പോൾ എന്ത് പറയും? തനിക്ക് ബാക്കി കേൾക്കണ്ടേ? മൂപ്പര് ചോദിച്ചു. എനിക്കും ആശ്വാസമായി. പിന്നീട് നിന്നെ ഓരോ തവണ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ നീ കൂടുകൂട്ടുകയായിരുന്നു. കൂടുകൂട്ടാൻ ഞാനെന്താ തത്തയോ? ഒരു നല്ല സുഹൃത്തായി നീ എന്നെ കാണുന്നുണ്ട് എന്നായിരുന്നു വിശ്വാസം. ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞു നിന്നോട് ഇഷ്ടം പറയാൻ വന്നപ്പോൾ നീ ഭയങ്കര മൂഡ് ഓഫ്. അതിൻ്റെ കാരണം അറിഞ്ഞപ്പോഴുണ്ടല്ലോ, നിന്നെ തല്ലിക്കൊല്ലാൻ ആണ് തോന്നിയത്. അത് പിന്നെ എൻ്റെ മാലിൽ ക്യാമറ ഉണ്ടല്ലോ, ആ ധൈര്യത്തിൽ ആണ് ഞാൻ പോയത്. ആളെന്നെ ഇപ്പോൾ കത്തിക്കും എന്ന മട്ടിൽ നോക്കി. ബാംഗ്ലൂരിൽ നിന്ന് 500 രൂപക്ക് വാങ്ങി ആ മാലയുടെ ധൈര്യത്തിലാണോ നീ അബ്ബാസിൻ്റെ മുറിയിലേക്ക് പോയത്? അവിടെ അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിലോ? അവരെല്ലാം കൂടി നിന്നെ ഉപദ്രവിച്ചിരുന്നെങ്കിലോ? അല്ലെങ്കിൽ തന്നെ അവൻ ആ ക്യാമറ കണ്ടിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? എങ്കിൽ പിന്നെ ഞാൻ വൈറൽ ആയേനെ കണ്ണ. സോറി, ഞാൻ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആൾ ഒന്ന് ശാന്തനായി. നിനക്ക് ഞാൻ ആരുമല്ല എന്ന് തോന്നിയപ്പോൾ ഭയങ്കര സങ്കടം വന്നു. നിന്നെ ഫേസ് ചെയ്യാതിരിക്കാനാണ് ലീവ് എടുത്തത്. അന്ന് നീ മെസ്സേജ് ചെയ്തപ്പോൾ ഒക്കെ പറയണം എന്ന് കരുതി. പിന്നെ തോന്നി ഫോൺ വിളിക്കാമെന്നും. നീയാണെങ്കിൽ ഫോൺ എടുത്തുമില്ല. ഒടുവിൽ നേരിട്ട് പറയാം എന്ന് കരുതി വന്നു കയറിയപ്പോൾ നീ സകല കോഴികളുടെയും നടുക്ക് കയറി നിൽക്കുന്നു. ഇന്നലെ ഫോൺ എടുത്തത് ഇതുകൂടി ആയപ്പോൾ എനിക്ക് നല്ല ദേഷ്യം തോന്നി. അരുമാരുടെയൊക്കെ നോട്ടം കണ്ടപ്പോൾ കണ്ണു കുത്തിപ്പൊട്ടിക്കാനാണ് തോന്നിയത്. നീ അവരോടെല്ലാം എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്നോട് മാത്രം സീരിയസ്. അങ്ങനെ ആലോചിച്ചപ്പോൾ വിഷമവും തോന്നി. അത് പിന്നെ എന്നെ കാണുമ്പോൾ കടിച്ചു കയറാൻ വരികയല്ലേ, അതാ ഞാൻ പറഞ്ഞു. ആൾ ചിരിച്ചു. സത്യം പറഞ്ഞാൽ നിന്നോട് ഇഷ്ടം പറയാൻ വേണ്ടിയാ അന്ന് നീ തന്നെ മീറ്റിങ്ങിന് വരണം എന്ന് വാശി പിടിച്ചത്. ലഞ്ച് കഴിച്ചിട്ടില്ല എന്നെനിക്കറിയാമായിരുന്നു. അതാ കഴിക്കാൻ കയറിയത്. ആ സമയത്ത് നിന്നോട് മനസ്സ് തുറക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടൻ കണ്ട പോലെയുള്ള നിന്റെ കഴിക്കൽ കണ്ടപ്പോൾ അതിന് പറ്റിയില്ല. ഞാൻ നന്നായിട്ടൊന്ന് ചമ്മി.
പിന്നെ മൺഡ്രൈവിൽ പോയി പറയാം എന്ന് വെച്ചു. അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറും. കറക്റ്റ് സമയത്ത് ആ നാറി ആയുഷ്മാൻ കയറി വന്ന് എല്ലാം കുളമാക്കി. എന്തായാലും അതുകൊണ്ട് നമ്മുടെ കല്യാണം വേഗത്തിൽ കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അവനോട് നന്ദിയുണ്ട്. അവനെ എന്തു ചെയ്തു? ഞാൻ ചോദിച്ചു. കയ്യും കാതും തല്ലിയൊടിച്ചിട്ടുണ്ട്. ഒറ്റക്കോ? അല്ല, 100 പേര് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ ചമ്മി. തിരിച്ചുള്ള യാത്രയിൽ മനസ്സ് തൃപ്തരമായിരുന്നു. അപ്പൂപ്പൻ താടി പോലെ അതിങ്ങനെ പാറി പാറി നടന്നു. നവ്യമായൊരു പുഞ്ചിരി എൻ്റെ ചുണ്ടിൽ തെളിഞ്ഞു നിന്നു. ആ ചിരിയോടെയാണ് വീട്ടിലേക്ക് കയറിയതും. നിങ്ങളെന്താ അത്ര വൈകിയത്? വീട്ടിൽ ചെന്നപാടെ അമ്മ ചോദിച്ചു. അച്ഛനും അമ്മയും പാറവും എവിടേക്കോ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇരിങ്ങോൾക്കാവിലേക്കാ അമ്മ പോയത്. ആഹാ, ആദ്യത്തെ ക്ഷേത്ര ദർശനമല്ലേ? നല്ലോണം മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചോ രണ്ടാളും? നന്നായി മനസ്സറിഞ്ഞു. പൃഥ്വിയെ നോക്കിയാണ് ഞാനത് പറഞ്ഞത്. ആളുടെ മുഖത്തുണ്ട് എനിക്ക് വേണ്ടി മാത്രം വിരിയുന്ന നവ്യമായ ഒരു പുഞ്ചിരി. നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ? വാ ഇരിക്ക്, അമ്മ പറഞ്ഞു. സത്യത്തിൽ അപ്പോഴാണ് സമയം 10:30 ആയിട്ടും ഞങ്ങളൊന്നും കഴിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. ഈ നേരം വരെ വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞിരുന്നില്ല. ഒരു തരം മായാലോകത്തായിരുന്നു. വേഷം മാറാനൊന്നും നിന്നില്ല. ഞാനും പൃഥ്വിയും കഴിക്കാനിരുന്നു. നിങ്ങളൊക്കെ ഇത് എവിടേക്കാ? പൃഥ്വി ചോദിച്ചു. അത് കൊള്ളാം, നീ മറഞ്ഞോ? ദേവിക വല്യമ്മയുടെ സപ്തതി എന്നല്ലേ? ആ, ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ വരാനാണ്. ഞങ്ങൾ അങ്ങ് ഇറങ്ങുക. വൈകിട്ട് വരാം. അച്ഛനും അമ്മയും പാറും യാത്ര പറഞ്ഞിറങ്ങി. അപ്പോഴും മഴ ചാറുന്നുണ്ടായിരുന്നു. കൈ കഴുകി വരുമ്പോൾ പൃഥ്വി ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. ഞാൻ വേഷം മാറാൻ റൂമിലേക്ക് വന്നു. സെറ്റും മുണ്ടും മാറ്റിയിട്ട് നിൽക്കുമ്പോഴാണ് കതക് തുറക്കുന്ന ശബ്ദം കേട്ടത്. നോക്കുമ്പോൾ വാതിൽക്കൽ പൃഥ്വി അന്തം വിട്ട് നിൽക്കുന്നു. ഞാൻ വേഗം സ്വയം ഒന്ന് നോക്കി. അയ്യേ! പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. കതടക്കുന്ന ശബ്ദം കേട്ട് ആൾ പോയെന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ലെന്ന് മനസ്സിലായത് പുറകിലൂടെ വന്ന 2 കൈകൾ വയറിഞ്ഞ് പൊതിഞ്ഞപ്പോഴാണ്. കഴുത്തിൽ ചൂടുള്ള നിശ്വാസം പതിഞ്ഞു. ശരീരത്തിൽ ആകമാനം ഒരു വിറയൽ കടന്നു പോകുന്നതറിഞ്ഞു ഉറങ്ങുകളൊക്കെ എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ടടിച്ചു. പൃഥ്വിയെ തള്ളിയിട്ട് ഓടാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും കാലുകൾ അതനുസരിക്കുന്നില്ല. ആ സാമീപ്യം ഞാനും കുതിക്കുന്നുണ്ടോ? ഓവ്, ഞാനും ഒരു സ്ത്രീയാണ്. ശ്വാസിക്കാൻ പോലും മറന്നവണ്ണം ഞാൻ നിന്നു. പൃഥ്വി എന്നെ തിരിച്ചു നിർത്തി. ആ കണ്ണുകളിലെ പ്രണയം താങ്ങാനാകാതെ ഞാൻ തല കുനിച്ചു. എന്നിലും ലജ്ജ പോലുള്ള മൃദുവികാരങ്ങൾ ഉടലെടുക്കും എന്നറിഞ്ഞപ്പോഴാണ് ആളിനെ താടി പിടിച്ചുയർത്തി നെറ്റിയിൽ ചുംബിച്ചു. ആദ്യത്തെ ചുംബനം, പിന്നെ കണ്ണിൽ, മൂക്കിൽ, താടിയിൽ, ഒടുവിൽ ചുണ്ടുകളിൽ. ഐ ലവ് യു നിവി. ആർദ്രമായ ശബ്ദം എൻ്റെ കാതുകളിൽ പെയ്തിറങ്ങി. കഴുത്തിൽ ആ ചുണ്ടുകൾ പതിയുമ്പോഴും വീണ്ടും കണ്ണുകൾ കൂമ്പിയടഞ്ഞു പോയി കൊഴിഞ്ഞിരുന്നു. ഉറക്കം തെളിയുമ്പോൾ ഞാൻ പൃഥ്വിയുടെ കൈകളിലായിരുന്നു. ഒരു കുഞ്ഞിനെ പോലെ എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു. കഴിഞ്ഞു പോയ നിമിഷങ്ങളെക്കുറിച്ച് ലജ്ജ എന്നെ വന്ന് മൂടി. മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ആൾ കണ്ണു തുറക്കാൻ പോകുന്നത് കണ്ടു. വേഗം ബെഡ്ഷീറ്റ് പുതച്ച് വാഷ്റൂമിലേക്ക് ഓടി. ഫ്രഷായി കഴിഞ്ഞാണ് മാറിയുടക്കാൻ ഡ്രസ്സ് എടുത്തില്ല എന്ന് ഓർമ്മ വന്നത്. ഞാൻ തല മാത്രം വെളിയിലേക്കിട്ടു. പൃഥ്വി വിളിക്കേൾക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ ആൾ ഓടി വന്നു. അയ്യട മോനെ, എനിക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാമോ? അയ്യടി, ഞാൻ നിന്റെ സെർവൻ്റ് അല്ലേ? വേണൽ ഇവിടെ വന്ന് ചേഞ്ച് ചെയ്യൂ. മൂപ്പരുടെ മുഖത്തിൽ വശലം ചിരിയാണ്. കണ്ണ, ഇതിപ്പോൾ ഞാനാകപ്പെട്ടല്ലോ. ഈ സാഹചര്യത്തിൽ ചെയ്യാനാണ്. ആ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ. അപ്പോൾ പിന്നെ കെട്ടുവിൻ്റെ കാൽ പിടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഏട്ടാ പ്ലീസ് ഒന്നെടുത്തതാ. ആഹാ, ഇപ്പോൾ മുഖത്തൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ ഓംലെറ്റ് ആക്കിയെടുക്കാം. അത്ര ശോഭയാണ്. ഒരു ഏട്ടാ വിളിയൊക്കെ ഇത്ര റിയാക്ഷനോ? എന്താ വിളിച്ചേ? ചമ്മലായല്ലോ. അത് ഏട്ടാന്ന് കേട്ടില്ല, ഒന്നുകൂടെ വിളിച്ച്. കേൾക്കരിക്കാൻ ചെവിയിൽ പഞ്ഞൊന്നുമില്ലല്ലോ. മുതലെടുക്കുകയാണല്ലേ പൃഥ്വി. ഏട്ടാ. ഇനി കാര്യം കഴിഞ്ഞാൽ ഈ വിളി മാറ്റുമോ? ഇല്ല, ഞാൻ നല്ല അച്ചടക്കത്തോടെ പറഞ്ഞു. ഇപ്പോൾ എന്നെ കണ്ടാൽ അംഗനവാടിയിൽ കൊണ്ടുപോയി എഴുത്തും. അത്രയും നിഷ്കളങ്കതയാണ്. ഉറപ്പാണല്ലോ? ആ ഡ്രസ്സ് എന്തൊക്കെ വേണം? എല്ലാം വേണോ? അതോ? വീണ്ടും വശലൻ നോട്ടം. കണ്ണ, ഏത് നേരത്താണോ ഡ്രസ്സ് എടുക്കാനാവാതെ ഓടാൻ തോന്നിയത്? ഞാൻ മൂളി. ആൾ കുറച്ചു നേരം എൻ്റെ ലജ്ജ ആസ്വദിച്ചങ്ങനെ നിന്നു. പിന്നെ പോയി ഡ്രസ്സ് എടുത്തു കൊണ്ടുവന്നു. തരാൻ വരുന്ന വൈദ്യ ബാത്റൂമിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നു. ഞാനാരാ മോള്? സമർത്ഥമായി ആളെ പുറത്താക്കി കഥ കടച്ചു. ഇതൊക്കെ നമ്മൾ എത്ര നോവലിൽ കണ്ടതാണ്. പൃഥ്വി കൂർപ്പിച്ച് നോക്കി നിൽക്കുന്നത് കണ്ടില്ലെങ്കിലും എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. വേഷം മാറിയിട്ടും പുറത്തേക്കിറങ്ങാൻ ചമ്മൽ തോന്നി. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിരുന്നു. വിശന്നാൽ ഞാൻ നല്ലാകും, അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചിറങ്ങി. പൃഥ്വി ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് കമിഴ്ന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ബാത്റൂമിലെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ആൾ എഴുന്നേറ്റപ്പോഴേക്കും തവളിൽ ഇടുമ കൊടുത്ത്, കോയി രാജപ്പ,
അത്രയും വിളിച്ചിട്ട് ഞാൻ ഓടി. ഇനി അവിടെ നിൽക്കുന്നത് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ആണെന്നറിയാം. അടുക്കളയിലെത്തിയിട്ടാണ് ഓട്ടം നിർത്തിയത്. അമ്മ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ചോറും അവിയലും സാമ്പാറും മീൻ വറുത്തതും പിന്നെ അച്ചാറുമുണ്ട്. ഈ പ്ലേറ്റിലേക്ക് ചോറ് പകർന്നു തിരിയും മുമ്പ് വീണ്ടും കൈകൾ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു. എന്താ വിളിച്ചത്? കണ്ണ, പണി ചോറും കറിയിലും കിട്ടിയല്ലോ. ഏഹി, അത് പിന്നെ അല്ല, ഞാനൊരു തമാശക്ക്. ഞാൻ നിന്ന് വേർക്കാൻ തുടങ്ങി. തമാശക്കല്ല. അല്ല ഏട്ടാ, ചോറ് കഴിക്കണ്ടേ? വിശക്കുന്നില്ലേ? ദയവിട്ടെ, ഞാൻ ഒക്കെ എടുത്തു വെക്കട്ടെ. ആൾ വളരെ ഈസിയായി എന്നെ എടുത്ത് സ്ലാബിൻ്റെ മുകളിലേക്ക് വെച്ചു. ഞാൻ ഇത്ര ഭാരമേയുള്ളൂ. മുഖത്തേക്ക് തന്നെയാണ് നോട്ടം. കണ്ണ, ഏത് നേരത്താണോ ഇരട്ടപ്പേര് വിളിക്കാൻ തോന്നിയത്? നീ എന്തിനാ മച്ചിലേക്കും തറയിലേക്കും നോക്കുന്നത്? ദേ ഇവിടെ എൻ്റെ മുഖത്തേക്ക് നോക്കി നിവി. ആ മുഖത്തേക്ക് നോക്കിയാൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും എന്ന് ഈ മറുതലോട് പറയാൻ പറ്റൂലല്ലോ. ഞാനൊന്ന് വിളിച്ചു കാണിച്ചു. നിന്റെ ചിരിയൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഇത് പറ, നീ എന്താ എന്നെ വിളിച്ചത്? അത് കോയിരാജപ്പൻ ഒരു കണ്ണു മാത്രം തുറന്നാണ് അത് പറഞ്ഞത്. കണ്ണ, കല്യാണപ്പെറ്റിന്ന് തന്നെ കണവൻ്റെ അടി വാങ്ങി കൂട്ടുമോ ഞാൻ? പൃഥ്വിയുടെ പൊട്ടിച്ചിരി കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. ആൾ വളരെയൊക്കെ മനസ്സറിഞ്ഞിരിക്കുകയാണ്. ഞാനത് നോക്കി നിന്ന് പോയി. സത്യത്തിൽ ഇപ്പോഴാണ് ഞാൻ ആ മനുഷ്യനെ നന്നായിട്ടൊന്ന് നോക്കുന്നത്. വളരെ നിഷ്കളങ്കമായ മുഖമാണ്. നക്ഷത്രം പോലെ തിളങ്ങുന്ന കണ്ണുകൾ, താടിൽ ഒരു ചുഴി, മുല്ലപ്പൂ പോലെയുള്ള പല്ലുകൾ. ആ ചിരിക്കൊരു വല്ലാത്ത ഭംഗിയാണ്. ചിരി മഹാമഹം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് എൻ്റെ അന്തമിട്ട നോട്ടം മൂപ്പര് കാണുന്നത്. പുരുകമുയർത്തി എന്താന്ന് ചോദിച്ചു. ഞാൻ ഒന്നുമില്ലെന്ന് ചുമൽ കുച്ചിക്കൊണ്ട് ഇറങ്ങാൻ പോയെങ്കിലും 2 വശത്തും ഇടുപ്പിൽ കൈ ചേർത്ത് വെച്ച് എന്നെ ആളോട് അടുപ്പിച്ചു. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞാണ് ശ്വാസം എടുക്കാൻ അവസരം തന്നത്. കഴിക്കണ്ടേ? ഇങ്ങനെ ഇരിക്കാതെ ഫുഡ് എടുത്ത് വെക്ക് ഭാര്യ. എന്താ കുട്ടി ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നത്? കവളിൽ ഒരു തട്ട് തന്നിട്ട് ആൾ കറികളിൽ എടുത്തുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് പോയി. എന്താപ്പോൾ ഇവിടെ നടന്നത്? ഇവിടെ മര്യാദക്ക് ചോറും കറിയും വിളമ്പിക്കൊണ്ടിരിക്കുന്ന എന്നെ ഓരോ കുൽസിത പ്രവർത്തികൾ ഏർപ്പെടുത്തിയിട്ട് ഇപ്പോൾ വാദി പ്രതിയായോ? കഴിച്ചു കഴിഞ്ഞ് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ തൊടിയിലേക്ക് ഇറങ്ങി. ഇഷ്ടം പോലെ പറമ്പുണ്ട്. അത്യാവശ്യം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. ബാക്കി പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. മാവിൻ ചുവട്ടിൽ പൃഥ്വിയുടെ കയ്യിൽ പിടിച്ച് ഞാനിരുന്നു. മനസ്സിലൊരു കുളിർമായിരുന്നു. സന്തോഷം, സമാധാനം. നിവി, അതെ. അത് പിന്നെ ഇത് നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ? ഐ മീൻ, നീയും ഹരിയും തമ്മിലൊന്നും? ആൾ വളരെ ബുദ്ധിമുട്ടിയാണ് അത് ചോദിച്ചത്. അതെനിക്ക് ആ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. ഞാനും വല്ലാതായിരുന്നു. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടേണ്ട. ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നീയും ഹരിയും തമ്മിൽ? മൂപ്പര് അന്തം വിട്ട് നോക്കുകയാണ്.